എടാ ആദി, നീ നോക്കിയ ആ മാവിന് മേലെ എത്രയാ മാങ്ങ? നമുക്ക് പറിച്ചാലോ? ഏത് ആ മാവിലെ മാങ്ങയാ? ആ ബെസ്റ്റ്. എന്റെ ശത്രുവിന്റെ വീട്ടിലെ മാവാ അത്. ആരെ? ആ അപ്പൂന്റെയാ? ഓഹോ, ഓന്റെ വീട്ടിലെ മാങ്ങയാ അത്. എന്നാ പിന്നെ രണ്ടെണ്ണം പറിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഓന്റെ വീട്ടിലെ മാങ്ങ ഞാൻ പറിക്കുകയും ചെയ്യും, ഓന്റെ മുമ്പ് തന്നെ ഉപ്പും കൂട്ടി തിന്നുകയും ചെയ്യും. ജിഷ്ണു, നീ ഇതാ വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലേ. നമുക്ക് വീട്ടിൽ പോവാടാ. ആ മാവിന്റെ അടുത്തെല്ലാം എത്തണമെങ്കിൽ തന്നെ കൊറേ സമയം എടുക്കും. ഏതിലൂട്ടിയല്ലോ കേറി മറിയണം. എനക്കൊന്നും കഴിയല്ലേ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ എന്തായാലും പോവും. അപ്പൂന്റെ വീട്ടിലെ മാവ് എന്ന് പറഞ്ഞാൽ അനക്കാടുന്ന് 2 മാങ്ങ പറിക്കാണ്ട് ഒരു സമാധാനമില്ല. ഓന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം ഓന്റെ വീട്ടിലത്തെ മാവിന്റെ മുകളിൽ നിന്ന് ഞാൻ മാങ്ങ പറിച്ചു നിന്ന്. ഓ, ഇവനെ കൊണ്ട് അതെങ്ങാനും ഓൻ അറിഞ്ഞാ പിന്നെ നിനക്കറിയാലോ ഓന്റെ സ്വഭാവം. നീ അടി വാങ്ങിയിട്ടേ പോവും. ഇങ്ങനെ പേടിക്കാതെടാ, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ. കിട്ടിയ ഒരു മാങ്ങ ഞാൻ നീക്കും തരും. ഓ, എന്തോ ചെയ്. മാങ്ങയെങ്കിൽ മാങ്ങ, അടിയെങ്കിൽ അടി. ഫ്രണ്ടായി പോയില്ലേ, പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. എടാ ജിഷ്ണു, വിട്ടേക്കടാ. മാങ്ങയൊന്നും പറിക്കണ്ട, നമുക്ക് പോവാം. നീ നോക്കിയത് ഫുള്ള് കാടാന്ന്. ഇതിലൂട്ട് എങ്ങനെ പോയിട്ട് മാങ്ങ പറിക്കാന്നാ നീ പറയുന്നേ? നീ ഒന്ന് പോയേടാ. വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പറിച്ചിട്ടേ പോകുന്നുള്ളൂ. കാടല്ല മലയല്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറിക്കുമെന്ന് വെച്ചാൽ പറിക്കൂ. നീ വരുന്നുണ്ടോ? വാ. ഇവനെ കൊണ്ട് വലിയ തൊല്ലയായല്ല. എടാ ജിഷ്ണു, നമുക്കിന്ന് മാങ്ങയൊന്നും പറിക്കാൻ പോണ്ട. ഞാൻ നല്ലൊരു ഐറ്റം കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ഓനെ ഒന്ന് കാണിക്കല്ലേ വേണ്ടു. ഇതോ നട്ട തന്നെയായിരിക്കും. നീ നോക്കിയേ സാധനം. എന്തുവാടാ സാധനം? എടാ, ഇത് അങ്ങോട്ട് നോക്കിയേ. അവിടെ ഒരു തെങ്ങ് മുളച്ചിട്ടുണ്ട. അത് കിളച്ചാൽ നമുക്കൊരു തേങ്ങ എന്തായാലും കിട്ടും. ആ തേങ്ങേൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി പൊങ്ങും ഉണ്ടാവും. കാരണം നീ അതിൻ്റെ മുള നോക്കിയ വലിയതായിന്. ആ, അത് ശരിയാന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിന്ന് മാങ്ങ പറിക്കണ്ട. നമുക്കിന്ന് ഇത് പറിച്ചിട്ട് പോവാം. എന്നിട്ട് നാളെ വന്നിട്ട് മാങ്ങ പറിക്കാം. എന്ത് പറയുന്നത്? എന്തുണ്ട് ഐഡിയ? ആ, പൊങ്ങാണെങ്കിൽ പൊങ്ങ്. അനക്ക് ഓൻ്റെ മുമ്പിലൊന്ന് ഓൻ്റെ പറമ്പിൽ നിന്ന് പറിച്ചൊരു സാധനം കാണിച്ചു കൊടുക്കണം. അത് വാശായിപ്പോയി. നീ വാ, നമുക്കത് കളിച്ചു നോക്കാലോ. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കാൻ വഴിയില്ല. ഓ, ഇത് വലിച്ചിട്ട് കിട്ടുന്നില്ലല്ലോടോ. എടാ ആദ്യം നല്ലോണം ശക്തിയിൽ വലിക്ക്. നീ ചെയ്യുന്നേ. എൻ്റെ അമ്മേ, ഇത് നല്ല ഉറപ്പുണ്ടടാ. ഇത് നല്ലോണം വേരിറങ്ങിയിട്ടുണ്ട്. അതിൽ വലിച്ചാ കിട്ടാത്തെ. ഇവൻ ഇത് ഏത് കാലത്ത് നട്ടതാന്നോ എന്തോ. നല്ലോണം വലിച്ചു നോക്കാം. ഞാൻ റെഡി 1 2 3 പറയുമ്പോൾ നീ വലിക്കണേ. റെഡി 1 2 3 വലിച്ചോ. ഓ, ഇതങ്ങനെ ഒരു നടക്കൊന്നും വരുന്ന ലക്ഷണവും ഇല്ല മോനെ. നമ്മളെ പണി പാളിയെന്നാ തോന്നുന്നേ. എടാ, ആരാടാ അത്? നമ്മളെ വളപ്പെന്നെല്ലാം കയറിയിട്ട് തേങ്ങയിലെ കട്ടെടുത്തിട്ട് പോന്നേ. ആരുടെ കള്ളം മാറിയത്? മോനെ, പണി പാളിന്നാ തോന്നുന്നേ. ഓൻ വന്നിട്ടാ ഓൻ കണ്ട പ്രശ്നാവും. ഓൻ എന്നെ കണ്ടാ പിന്നെ ഒരു അടി നടക്കും. അപ്പൊ നമുക്ക് എസ്കേപ്പ് ആവാ, അതാ നല്ലത്. എടാ എടാ ചോദിക്കുമ്പോ നിങ്ങളുടെ അടുത്തേക്കാണ് ഓടുന്നേ. ആരടാ അത്? ധൈര്യം ഉണ്ടെങ്കിൽ നിന്നിട്ട് പറഞ്ഞിട്ട് പോടാ. എടാ ഓടിക്കോടാ. അതി വിട്ടോടാ സ്ഥലം. കണ്ടെന്നാ തോന്നുന്നു നമ്മളാ. പോടാ അപ്പു, നിന്റെ പറമ്പെന്ന് മാങ്ങയല്ലേ നമ്മൾ ഒരു ദിവസം പറിക്കോടാ. പോടാ. എടാ കള്ള ജിഷ്ണു, നീയായിരുന്നല്ലേ? നാളുണ്ടോ നിനക്ക് എന്റെ പറമ്പിൽ കയറാൻ? കള്ളമാറ്. ഓടിക്ക വേഗം. ഞാൻ എന്റെ മുത്തച്ഛനെയും കൂട്ടി വരുമല്ലെങ്കിൽ. ജിഷ്ണു, മതി മതി, വാ പോയിക്കോ, ഓടിക്കോ. അവന്റെ അച്ചാച്ചൻ വന്ന പിന്നെ എല്ലാം സീനാവേ. കള്ളന്മാര് വല്ലതും പറിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഞാൻ നട്ട എന്റെ പൊങ്ങാക്കാൻ വെച്ച തേങ്ങങ്ങാനും പറിച്ചിട്ട് പോയാമോ? ഹാവു, ഭാഗ്യം. ഇല്ല, ഒന്നും പോയിട്ടില്ല. അവന്മാര് കുഴി കൊറേ തോണ്ടി വെച്ചേക്കുവാ. ഞാനിപ്പോ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാം കൊണ്ട് പോയേനെ. അപ്പു മോനെ, എന്താടി ഒരു ബഹളം? എന്താ പ്രശ്നം? അച്ചാച്ച, അതില്ലേ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ ജിഷ്ണു ആദിയുല്ലേ, അവര് എന്നോടായിട്ട് അത്ര നല്ല രസത്തിലല്ല. അപ്പൊ നമ്മളെ അനക്ക് തോന്നുന്നു ഇടുന്നെന്തോ കക്കാൻ പറഞ്ഞതാ അവര്. ഞാൻ നോക്കുമ്പോ ഞാൻ നട്ട എന്റെ തേങ്ങയില്ലേ പൊങ്ങാവാൻ വെച്ചേ, അത് കക്കാൻ നോക്കുന്നേനു. ഞാൻ എത്തിയോണ്ട് കിട്ടിയില്ല. പിന്നെ മാങ്ങയെല്ലാം പറിക്കാൻ നോക്കുന്നെല്ലാം പറയുന്ന കേട്ടിന്. എന്താണെന്നറിയില്ല. ആ
അതാണോ കാര്യം? നീ ഇനി അവന്മാരായിട്ട് പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. 1-2 മാങ്ങ വേണമെങ്കിൽ അവര് പറിച്ചോട്ടെ, നമുക്ക് ഇഷ്ടം പോലെ ഇല്ലേ. എന്തായാലും നിന്നെ പോലെയുള്ള കുട്ടികളല്ലേ അവരും. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല ചേച്ചാ. അവന്മാരായിട്ട് എനിക്ക് ഒരിക്കലും വെക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളെ പറമ്പിൽ എന്തെങ്കിലും പറിച്ച് ഞാൻ നല്ലോണം കൊടുക്കും. എടാ മോനെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവര് നിന്റെ പ്രായമുള്ള കുട്ടികളല്ലേ. അപ്പൊ നിന്നെ പോലെ അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹം. അവര് വീട്ടിലില്ലാത്തത് കൊണ്ടായിരിക്കൂലേ അവര് വന്നിട്ടുണ്ടാവുക. പിന്നെ നീയായിട്ടുള്ള പ്രശ്നം കാരണം അവര് ചോദിക്കാണ്ട് പറിക്കാൻ നോക്കാം ഇനി വരുമോന്ന്. അതെന്തെങ്കിലും ചെയ്യാം. അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തന്നെ ആ തേങ്ങ എനക്ക് കളിച്ച് തന്നെ. അതില് പൊങ്ങായിട്ടുണ്ടാവും. വലിയ തിരി വന്നിട്ടുണ്ട്. പിള്ളേരെല്ലാം അതിനാ കാത്തിക്കുന്നേ. ഞാൻ എന്റെ കൈക്കോട്ടൊന്നും ഇങ്ങ് എടുത്തിട്ട് വരട്ടെ. എടാ മോനെ, ഒരു മിനിറ്റ്, ഞാനിതൊന്ന് കളിച്ചെടുക്കട്ടെ. അപ്പു മോനെ, ഇതാ നീ നട്ട തേങ്ങ പൊങ്ങാന്നിത്. സന്തോഷായില്ലേ നിനക്ക്? എന്റെ അച്ചാച്ചാ, ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇതിങ്ങനെയാവുന്ന്. അടിപൊളി അടിപൊളി. അതിങ്ങി തന്നെ ഞാൻ കുട്ടിമണിക്ക് തക്കൂനെല്ലാം കൊണ്ടു കൊടുക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷായ അച്ചാച്ചാ. എന്നാ നാളെ മുതൽ അച്ചാച്ചനെ സഹായിക്കാൻ അപ്പുറം കൂടിക്കോ. നമുക്ക് കൃഷിയൊക്കെ നടത്താം.